ഹലോ ഗായ്സ്, ഇപ്പം സമയം 6:35. ഞാൻ റെഡിയാവാണ്. കാരണം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് ഒരു സ്കൂൾ നോക്കിയതാണ്. അപ്പോൾ അവിടുത്തെ എൻ്റെ ആദ്യത്തെ സ്കൂളാണ്. അപ്പോൾ അവിടുത്തെ ഒരു ആനുവൽ ഡേ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി റെഡിയാവില്ല. സാധാരണ 9:30 രാവിലെ ആയിരുന്നു ആനുവൽ ഡേ, 10 മണിക്കായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണേ. അതാണ് കേട്ടോ, പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ അങ്ങോട്ട് റെഡി ആവണം. എനിക്കൊരു 7:45 ആകുമ്പോഴേക്കൊക്കെ എന്ത് ചെയ്യണം, എനിക്ക് സ്കൂളിലെത്തണം. ഇവിടുന്ന് വീട്ടിൽ നിന്ന് എനിക്കൊരു 15-18 മിനിറ്റേ ഉള്ളൂ അങ്ങോട്ട്. അപ്പം അതിന് വേണ്ടിയുള്ള ഗെറ്റ് റെഡി ആയിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ജീൻസും ടോപ്പൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഈശ്വര വേണ്ട, പിള്ളേരൊക്കെ ഉള്ളതല്ലേ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഗെറ്റപ്പ് ആവണ്ടേ. അപ്പോൾ വിചാരിച്ചു ഓക്കെ, നമുക്കൊരു ചുരിദാർ ഇടാം എന്ന് വിചാരിച്ചു. ഇതെൻ്റെ മമ്മിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. എന്തായാലും മമ്മിയുടെ നിന്ന് ഞാനത് അടിച്ചു മാറ്റി. കാരണം എനിക്ക് ഈ ബ്രൗൺ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ അടിച്ചു മാറ്റി. പിന്നെ ഫുൾ റെഡി ആവലാണ്. കണ്ണെഴുതുക, മോയ്സ്ചറൈസർ ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, കണ്ണെഴുതി, ഐലൈനർ മേലെ വരച്ചു, പിന്നെ മസ്കാര ഇടും. അങ്ങനെയൊക്കെ ചെയ്ത് ഫുൾ ടെൻഷനാണ് എൻ്റെ മനസ്സിൽ കേട്ടോ അപ്പോൾ ഒക്കെ. കാരണം പിള്ളേർ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് ആ സ്റ്റേജിൽ കയറുമ്പോൾ എങ്ങനെയായിരിക്കും. പിന്നെ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്ക് ഈശ്വരൻ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിലത്തെ ടീച്ചേഴ്സ്മാരൊക്കെ സൂപ്പർ സെറ്റാണ്. എന്താ പറയുക, ഫുൾ ഇതാണ്. നിനക്ക് ചെയ്യാൻ പറ്റൂടി, എന്താ നിനക്ക് ചെയ്യാൻ പറ്റാതെ, ഫുൾ സപ്പോർട്ട്. അതും കൂടി കേട്ടപ്പോൾ പിന്നെ ആയിക്കോട്ടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്കും എൻ്റെ ഒരു മോട്ടിവേഷൻ കൂടി. പിന്നെ ഇന്നത്തെ ഒരു ദിവസം എനിക്കൊരു സർപ്രൈസും ഉണ്ടായിരുന്നു. അതൊക്കെ ആയപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു. ഇപ്പോഴൊക്കെ തന്നെ ഇടുമ്പോൾ ഇതൊക്കെ ഇടണോ വേണോ, ഞാൻ ഇനി എന്തായിരിക്കും അവരുടെ അഭിപ്രായം, പാരൻസൊക്കെ എന്ത് പറയും, കമ്പാരിസൺ ഉണ്ടാവുമോ, അതെപ്പോഴും ഉള്ളതാണല്ലോ. ഇപ്പം നമ്മളൊരു സ്കൂളിൽ പുതിയ ടീച്ചർ മാറി വന്നു കഴിഞ്ഞാൽ മുന്നത്തെ ടീച്ചർ അങ്ങനെ ചെയ്തു, ഇപ്പോഴത്തെ ടീച്ചർ ഇങ്ങനെയല്ല ചെയ്തത്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമ്പാരിസൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ പേടിയിലായിരുന്നു. ദൈവമേ എന്തായിരിക്കും പറയുക. എനിക്കാണെങ്കിൽ പിള്ളേരെ ഇപ്പോൾ എന്താ പറയുക, ഗ്രൂപ്പ് ഡാൻസൊക്കെ പഠിപ്പിക്കാണ്ടായിരുന്നു പിള്ളേരെ. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ടെൻഷനായിരുന്നു. നല്ല പഠിപ്പിച്ചെടുത്തു. ഇതാണിപ്പോൾ എൻ്റെ ഫൈനലായിട്ടുള്ളത്. ഇനിയിപ്പോൾ കമ്മലൊക്കെ ഇടാണ്. ഞാൻ ഈ കമ്മൽ എവിടെ ഇടും നോക്കി വയ്ക്കായിരുന്നു. ഇപ്പോഴാണ് ആ കമ്മലിനെ പുറത്ത് ലോകം കാണാൻ ഒരു അവസരം കിട്ടിയത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ചുരിദാറെങ്കിൽ നന്നായി ചേരുന്നില്ല ഈ കളറ്, പറയണേ, കമൻറ്റ് ഇട്ടോളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വയ്യായിക്കുണ്ട്, എൻ്റെ വോയിസ് ആ സമയത്ത് പോയിരിക്കുകയായിരുന്നു. കാരണം എൻ്റെ പൊന്നോ, പിള്ളേർ 1 മുതൽ 4 വരെയുള്ള പിള്ളേരാണേ. അപ്പോൾ അവരോട് അവിടെ നിൽക്കടാ, ഇവിടെ നിൽക്കടാ, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അയ്യോ 2 ആഴ്ച അടുപ്പിച്ച് ഭയങ്കര കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ചയൊക്കെ എടുത്ത് ഭയങ്കര ഇതായിരുന്നു. ഷോൾ ആദ്യം ഞാൻ 1 സൈഡ് ഇടാമെന്ന് വെച്ചു. പിന്നെ വെച്ച് വേണ്ട, കാരണം എനിക്ക് എന്തായാലും മേക്കപ്പിന് ഇരിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിക്ക് ഇടാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഷോൾ കുത്തി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കുക. കാരണം പിന്നെ ഇതിവിടെ ഫോണൊക്കെയാണ് ഇവിടെ വെച്ചു. പിന്നെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ ഒരു മടി. അങ്ങനെ ഞാൻ എന്തൊക്കെയോ ആലോചിക്കുക. ഈശ്വര, എൻ്റെ മുഖത്ത് കണ്ട ടെൻഷനാണ്. കാരണം ശരിയാവൂ, എന്തായിരിക്കും, എന്തെങ്കിലും മറന്നോ. പിന്നെ എന്നാലും എനിക്ക് ആ ചുരിദാറൊക്കെ ഒന്ന് സെറ്റായതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്താണ് ഇടാൻ മാല എടുക്കാൻ പോയേക്കെന്താ, അതാണ്. മാല എടുത്തു, അതിട്ടു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാല കേട്ടോ, ഈവിളയുടെ. എനിക്ക് ഈവിളയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിട്ടു. അപ്പോൾ ഞാൻ ചിന്തിക്കുക ഓക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ ഫുൾ ഗെറ്റ് റെഡിയായി സ്കൂളിൽ പോവാണ്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പിള്ളേർ. ഇത് രംഗപൂജയായിരുന്നു, പിള്ളേർ ആക്കിയതാണ്. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സർപ്രൈസ് എനിക്ക് ഇപ്പോൾ കാണാം കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ, കാരണം എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ മേലെയായിരുന്നു. കണ്ടോ, എൻ്റെ മാഷ് എൻ്റെ ഡാൻസൊക്കെ കാണാൻ വന്നിട്ടുണ്ടായി. അയ്യോ, എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായിരുന്നു എൻ്റെ മാഷ്. ഞാൻ സർപ്രൈസായിപ്പോയി. കാരണം അങ്ങനെയൊക്കെ വരുമോ, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരാളെന്നെ വന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ ആരാണോ നോക്കുമ്പോൾ എൻ്റെ മാഷ്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യമായിട്ട് സ്കൂളിൽ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മാഷ് എൻ്റെ പിള്ളേരുടെ ഡാൻസ് കാണാൻ വന്നിട്ടുണ്ടായി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിറഞ്ഞൊരു ദിവസം. മാഷിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തില്ല, മറന്നുപോയി. പിന്നെ ഇതൊക്കെയാണ് കുറച്ച് പെർഫോമൻസ്. ഇതൊക്കെ ലാസ്റ്റത്തെ പെർഫോമൻസാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 5 മണി വരെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. 5 മണിക്ക് ആയി. പിന്നെ ഞാൻ ഫുൾ ടൈം മേലായിരുന്നു, കാരണം പിള്ളേർ റെഡിയാക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു.
പിന്നെ അവസാനത്തേക്ക് ആയപ്പോൾ നമുക്കൊരു റിലീഫ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവസാനത്തേക്ക് ഓടി വന്നത് താഴെ ഉള്ളത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു. പിള്ളേരുടെ ഡാൻസിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ടീച്ചേഴ്സ്മാർ അയച്ചു തന്നെ. എല്ലാവർക്കും ഇഷ്ടമായിട്ടോ. പറഞ്ഞു നന്നായി ചെയ്തുടി, ഇഷ്ടമായി, ഓക്കെയാണ്, നിൻ്റെ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് വിജയിച്ചെന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷം. അപ്പോൾ ഓക്കെ, ബൈ.